കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് എൻ്റെ വീട് വരെയുള്ളൊരു യാത്ര ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടിയിൽ വെച്ചതാണ്. പറ്റുമോ ഇല്ലയെന്ന് അറിയത്തില്ല. സാധാരണ സ്പേസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് താനേ ഓഫ് ആവുന്നതാണ് പതിവ്. ഇന്ന് അതിന് വിപരീതമായിട്ട് ഫുൾ ലെന്തിൽ ഷൂട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കാണിച്ചു തരാമെന്ന്. കുറേ അമ്മമാരിങ്ങനെ പൊങ്കാലയൊക്കെ കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് പേര് ആ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ട്രെയിനുകളൊക്കെ ഇന്ന് സ്പെഷ്യൽ ട്രെയിനുകളൊക്കെ അനുവദിച്ചിട്ടുണ്ട്. സോ ഒരുപാട് പേര് ട്രെയിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് വരാനായിട്ട്. ഇന്ന് പൊങ്കാല ദിവസമാണ്. അപ്പോൾ പൊങ്കാലയ്ക്ക് നമുക്ക് ഡ്യൂട്ടി ഉണ്ട്. തിരുവനന്തപുരം ജില്ലയ്ക്കാണ് ഓഫ്, കൊല്ലത്തിന് ഓഫില്ല. ഇപ്പോൾ കൊല്ലത്തിന് ഓഫ് ഉണ്ടെന്ന് വെച്ച് കാര്യമൊന്നുമില്ല, നമുക്ക് എല്ലാ ദിവസവും പോകണം. ഈ സൈഡ് നോക്കി കഴിഞ്ഞാൽ മൊത്തം അറിയാം, എല്ലായിടത്തും അമ്മമാരും അമ്മമ്മമാരൊക്കെ പൊങ്കാലയൊക്കെ ഇട്ടിട്ട് വന്ന് നിൽപ്പുണ്ട്. പിന്നെ ഈ കാറിൽ പോകുന്ന ഒരു 80% ആൾക്കാരും പൊങ്കാല കഴിഞ്ഞ് വരുന്നവരാണ്. അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഈ ട്രാവലേഴ്സിലൊക്കെ വരുന്നവർ 100% അത് തന്നെയാണ്. സോ ഇതൊരു ഫുൾ ലെന്തിൽ നമുക്കിത് കാണാം. എന്താണ് കൊല്ലം ടു എൻ്റെ വീട് വരെയുള്ള ഭാഗങ്ങളിൽ ഇന്നത്തെ ട്രാഫിക്കും എല്ലാ കാര്യങ്ങളും ചേർന്ന ഒരു ചെറിയൊരു വീഡിയോ ആയിരിക്കും. കൊല്ലത്ത് ഈ കാണുന്ന ലൈറ്റൊക്കെ നമ്മുടെ CPM-ൻ്റെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഇട്ടതാണ്. ഇതുവരെ അത് മാറ്റിയിട്ടില്ല. പിന്നെ ഇവിടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ടായിരുന്നു. അതിൻ്റെ താഴെ ഇപ്പോൾ ചെറിയൊരു പാർക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏത് സമയത്ത് വന്നാലും അവിടെ കുറച്ച് ആൾക്കാരും ബഹളമൊക്കെ ഉണ്ട്. അത് കൊള്ളാം. അത് എല്ലാ ഫ്ലൈ ഓവറിൻ്റെ താഴെയും ഇങ്ങനെയൊക്കെ ചെയ്താൽ കൊള്ളാം. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നത് ഇവിടെ ആൾറെഡി ഒരു പാർക്കുണ്ട് തൊട്ടടുത്ത്. ആ പാർക്ക് നവീകരിച്ചാൽ മതിയായിരുന്നു. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ വണ്ടിയുടെ പാർക്കിംഗ് ആണ്. എനിക്ക് തോന്നുന്നു ഒരു 5 രൂപ 10 രൂപയൊക്കെ വെച്ചിട്ട് ഇവിടെ പാർക്കിംഗ് തുടങ്ങിയിരുന്നെങ്കിൽ ഒരു നല്ലതായിരുന്നു ഈ ഭാഗത്തൊക്കെ. കാരണം കോർപ്പറേഷനും ഒരു വരുമാനമാവും, നമുക്ക് വണ്ടി ഇടാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ കൊല്ലത്ത് വണ്ടി ഇടുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാ തരത്തിലും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള സിറ്റിയാണ് ഈ കൊല്ലം എന്ന് പറയുന്നത്. ഈ ചിന്നക്കട കഴിഞ്ഞാൽ പിന്നെ കൊല്ലം സിറ്റിയിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ ഒരു മനോഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെയിൽവേ സ്റ്റേഷൻ കണ്ടോ, ഇതൊരു റെയിൽവേ പാളമാണ്. ഇവിടെ ട്രെയിൻ ഇപ്പോൾ പിടിച്ചിട്ടേക്കുവാണ്. മേ ബി ഇത് ദീർഘദൂരം ഓടുന്ന ട്രെയിനുകളായിരിക്കും. ഇപ്പോൾ ഈ സ്പെഷ്യൽ ട്രെയിനൊക്കെ ഉണ്ടായതുകൊണ്ട് അതിന് വേണ്ടി ക്രമീകരിക്കുന്നതാവാനുള്ള ചാൻസ് ഉണ്ട്. തൊട്ടിപ്പുറത്തുള്ളത് കോളേജാണ്. നമ്മൾ പോകുന്ന റോഡ്, അതിൻ്റെ ഇപ്പുറത്ത് റെയിൽവേ ട്രാക്കാണ്. സോ നല്ല ബ്യൂട്ടിഫുള്ളാണ് ശരിക്കും കൊല്ലം എന്ന് പറയുന്നത്. സോ ഫുൾ ലെന്ത് ഇന്ന് ഇതായിരിക്കും. പിന്നെ പറയാനാണെങ്കിൽ ശരിക്കും നമ്മൾ ഈ കൊല്ലം വരെ വണ്ടി ഓടിക്കുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഓട്ടോറിക്ഷയും ഈ 2 വീലേഴ്സിനെയും കൊണ്ടാണ്. കാരണം അവർ എപ്പോൾ ഇൻഡിക്കേറ്റർ ഇടും, എങ്ങോട്ട് മാറും, എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റത്തില്ല. പിന്നെ ചില ആട്ടോക്കാർ എനിക്ക് അറിയത്തില്ല അവർക്ക് എന്താണ് ഇങ്ങനത്തെ മനോഭാവമെന്ന്. വളരെ എന്താ പറയുക, എപ്പോൾ നോക്കിയാലും ഹോൺ അടിച്ചുകൊണ്ട് വരും ബാക്കിൽ. എനിക്ക് മനസ്സിലാവുന്നില്ല അവരെന്തുവാ ഈ കാണിക്കുന്നതെന്ന്. സ്പീഡിന് പോകാൻ വേണ്ടിയാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും വെറുതെ കിടന്ന് ഹോൺ അടിക്കുന്നതാണ്, വെറുതെ ഒരാവശ്യമില്ലാതെ. ഇതിവിടുത്തെ ഒരു ബ്ലോക്കാണ്. അപ്പം ഇവിടെ ഇപ്പം സിഗ്നൽ കിടക്കുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇവിടെ കിടക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാറാൻ പറ്റും. പക്ഷേ ഇന്ന് പൊങ്കാലയാണ്. ഇപ്പോൾ വൈകുന്നേരം ഇപ്പോൾ ഒരു 4 മണി അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഭയങ്കര ബ്ലോക്കായിരിക്കുമെന്ന്. പക്ഷേ ആ പറയുന്ന അത്ര തരത്തിലുള്ള ബ്ലോക്കില്ല. എനിക്കൊന്ന് ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞ് കാണും. 1:15 നിവേദ്യം. അപ്പം 2:15 3:15 ആൾക്കാർ പാസ് ചെയ്ത് പോയി കാണും. ഇത് ബാക്കിയുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. പല സമയത്തും നമ്മൾ ഈ കൊല്ലത്ത് വണ്ടി ഓടിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ ആട്ടോക്കാരും പ്രത്യേകിച്ച് ബൈക്കുകാർ യാതൊരു ശ്രദ്ധയില്ലാതെ അവർ എടുത്തുകൊണ്ടങ്ങ് പോവുകയും കയറി വരികയൊക്കെ ചെയ്യും. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരുപാട് അങ്ങനത്തെ ഉള്ള ആൾക്കാരെ കാണാൻ പറ്റും. അപ്പോൾ ട്രാഫിക് നിയമം നല്ല രീതിയിൽ പാലിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അപകടങ്ങളൊക്കെ കുറയ്ക്കാൻ കഴിയും. ഇതിപ്പോൾ കൊല്ലം ജംഗ്ഷൻ നമ്മൾ കഴിഞ്ഞു. ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ടുവേഴ്സ് ട്രിവാൻഡ്രത്തേക്ക്. ഇവിടെ എങ്ങും NH-ൻ്റെ പരിപാടിയില്ല. കാരണം ഇവിടെ ബൈപ്പാസ് ചെയ്ത് അങ്ങ് പോവുകയാണ് വരുന്നത്. ഈ ഭാഗത്തോട്ടെങ്ങും NH-ൻ്റെ പരിപാടിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ എങ്ങും വലിയൊരു ട്രാഫിക് ബ്ലോക്കോ അങ്ങനത്തെ കാര്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ അങ്ങോട്ട് പോകുമ്പം ഈ പണിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ 2 ആൾക്കാരും പിന്നെ ഈ പ്രൈവറ്റ് ബസ്സും KSRTC ബസ്സിൻ്റെയും ചെറിയ പ്രശ്നങ്ങൾ. അതുപിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവരങ്ങനെ നിൽക്കത്തുള്ളൂ. അവരെ ഞാൻ കുറ്റം പറയുന്നില്ല. ഒരു ദിവസം ഇത് കണക്ക് KSRTC ബസ്സിൽ പോയപ്പോൾ ഞാൻ കണ്ട കാഴ്ചയാണ്. നമ്മൾ തന്നെ അതിനകത്തിരുന്നുകൊണ്ട് ഉരുവയാണ്. അപ്പം ഈ ചൂടത്ത് യാതൊരു ഫെസിലിറ്റി ഇല്ലാതെയാണ് അവർ വണ്ടി ഓടിക്കുന്നത്. ഡ്രൈവർമാരെയൊക്കെ സമ്മതിക്കണം. അവർക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു AC ഉള്ള റൂം ഒരു വണ്ടിക്കകത്തായിരുന്നെങ്കിൽ അവരും കുറച്ചുകൂടെ ഒന്ന് കാമായിട്ട് അവരും നല്ല രീതിയിൽ വണ്ടി ഓടിച്ചാൽ അവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല. അന്നത്തോടെ മനസ്സിലായി. കാരണം അവർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ വണ്ടി ഓടിക്കുന്നത്. മിക്ക ഈ ബസ് ഓടിക്കുന്നതും വലിയ വണ്ടി ഓടിക്കുന്നവരുടെ അവസ്ഥ ഇത് തന്നെയാണ്.
AC ഇല്ലാത്ത വണ്ടികളാണ് ഞാൻ പറഞ്ഞത്. AC ഉള്ള വണ്ടിയിലാണെങ്കിൽ കുറച്ചുകൂടി നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇതാണ് അടുത്ത പ്രശ്നം. സൈക്കിളുകാർ തൊട്ടിപ്പുറത്ത് ഒരു സീബ്ര ക്രോസ് ഉണ്ട്, അവിടെ ചെയ്യത്തില്ല, അവിടെ അതുവഴി പോകത്തില്ല. അതിന് പകരം ഇപ്പുറത്ത് ഇങ്ങോട്ട് വന്നിട്ട് ബുദ്ധിമുട്ട്. ഇത് കണ്ടോ, ഇൻഡിക്കേറ്റർ ഇടാതെ ചേട്ടൻ സ്കൂട്ടർ എടുത്തുകൊണ്ട് പോകുന്നു. റോഡിൻ്റെ അവസ്ഥ കുഴപ്പമില്ല എന്ന് പറയാനേ പറ്റത്തുള്ളൂ, വലിയ കാര്യമില്ല. ഇപ്പം തന്നെ ഉണ്ടോ, ഇൻഡിക്കേറ്റർ ഇടാതെയാണ് അങ്ങോട്ട് പോയേക്കുന്നത്. ഇത് പ്രൈവറ്റ് ബസ്, അറിയാലോ, നമ്മളെ ജീവനും കൊണ്ട് നമ്മൾ ആ കടച്ചാലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. മെയിനായിട്ട് ഈ റോഡുകളിലെ പ്രശ്നമെന്ന് പറയുന്നത് അടുത്തത്, ആ പുള്ളിക്കാരൻ എന്നിട്ട് എന്നെ നോക്കിച്ചിരിക്കുന്നത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഞാൻ ബ്രേക്ക് കൂടി, എനിക്ക് എന്നെക്കാണ് ഒക്കുന്നത്, ഞാൻ ബ്രേക്ക് കുടിക്കും, എൻ്റെ വണ്ടിക്ക് വന്ന് കയറായിരുന്നാൽ. ഇത് കണ്ടോ, റോങ് സൈഡിൽ വന്ന് കയറുന്ന അടുത്ത ആൾ. ഈ ശരിക്കും ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ആരും ഈ ട്രാഫിക് നിയമം പാലിക്കുന്നില്ല, ആരും ഒന്നും ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ്. ഇത് നമുക്ക് നമ്മളെ തന്നെ സൂക്ഷിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ഈ റോഡുകളിൽ. ശരിക്കും നല്ല നിയമങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളിയായിട്ട് നമുക്ക് വണ്ടി ഓടിച്ച് പോകാമെന്നേ ഉള്ളൂ. ഒരു ലൈൻ 4 വീലേഴ്സ്, 2 വീലേഴ്സിനും 3 വീലേഴ്സിനും സൈഡിൽ വേറൊരു ലൈനും കൂടെ കൊടുത്തിരുന്നെങ്കിൽ ഇത് അവർ മര്യാദയ്ക്ക് പോയാനെ. അല്ലാന്നുണ്ടെങ്കിലുള്ള പ്രശ്നങ്ങളാണ്. ഇത് കണ്ട, ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഈ ബൈക്കുകാരന്മാർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആരും സ്ഥലവും കൊടുക്കത്തില്ല. അവരിഷ്ടത്തിനങ്ങ് പോവും. നിയമം അനുസരിച്ച് ഒരാൾ ഇൻഡിക്കേറ്റർ ഇട്ട് മാറിക്കഴിഞ്ഞാൽ ഇപ്പം NH അങ്ങനത്തെ അല്ലെങ്കിൽ അവർക്ക് പോവാം, നമ്മളത് കൊടുക്കണം എന്നതാണ് നിയമം. പക്ഷേ ആരും ചെയ്യാറില്ല. പിന്നെ ഈ ഫ്രണ്ടിലെ ഓട്ടോറിക്ഷയിൽ ആരോ ഇരിക്കുന്നതാണ്, പുറത്തോട്ടാണ് ഇരിക്കുന്നത്. അതിപ്പോൾ ഓരോ സാഹചര്യം, അതിലിപ്പം ആൾക്കാർ കൂടുതൽ കാണും, അപ്പോൾ പോകാൻ വേണ്ടിയുള്ളതാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാനും ഒരിക്കൽ ആറ്റുകാൽ അമ്പലത്തിൽ പോയപ്പോൾ ഇങ്ങനെ ഈ ആട്ടോയുടെ സൈഡ് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു ഓർമ്മയുണ്ട്, നല്ല രസമാണ് പക്ഷേ ഇരിക്കാൻ. പക്ഷേ പുറത്ത് നിന്ന് ഒരു അപകടത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അപ്പം അതൊന്ന് സൂക്ഷിച്ചാൽ മാത്രം മതി. ഇതിപ്പോൾ കൊല്ലം നമ്മൾ കഴിയാറായി, അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ചേട്ടനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം കിടന്ന് ഹോൺ അടിക്കുകയാണ്, എന്തെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പം അങ്ങോട്ട് പോകുമ്പോൾ ഫുള്ള് ബ്ലോക്കാണ്, അതിൽ പോയിരിക്കാം. ഇപ്പം നോക്കിക്കോണ്ട ആ ചേട്ടൻ, ആ സെക്യൂരിറ്റി ചേട്ടൻ ആ ആട്ടോയ്ക്ക് കുറുക്കിയാടി, ആട്ടോ ബ്രേക്ക് പിടിച്ചുകൊണ്ട് കുഴപ്പമില്ല. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. എല്ലാവരും ബിസിയാണെന്നേ, അതാണ് ഈ പ്രശ്നത്തിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത്. പ്രോപ്പറായിട്ട് സീബ്ര ലൈനൊക്കെ വെച്ചിട്ട് അതുവഴി ക്രോസ് ചെയ്യുക, അത് വരുന്ന സമയത്ത് നമ്മൾ വണ്ടി നിർത്തി കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അപകടങ്ങളൊക്കെ നല്ല രീതിയിൽ കുറയും സത്യം പറഞ്ഞാൽ. പിന്നെ ഈ അനധികൃതമായിട്ടുള്ള പാർക്കിങ് ഈ 2 സൈഡിൽ, അതും കൂടെ ഒന്ന് മാറ്റി അവർക്ക് പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ അങ്ങ് ശരിയായി കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. റോഡിൻ്റെ സൈഡിൽ തന്നെ നല്ല രീതിയിൽ പാർക്ക് ചെയ്യാവുന്ന ലൈനൊക്കെ വരച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിനകത്ത് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പം വരത്തില്ല. എത്രയോ രാജ്യങ്ങളിലുണ്ട്. ഇതിപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടൊരു ചേട്ടൻ അവിടെ നിൽക്കുന്നത് കാരണമാണ് ആ ഫുള്ള് ബ്ലോക്കായത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇൻഡിക്കേറ്റർ ഇട്ട് പയ്യെ പോവുക, ബാക്കിയുള്ളവർ അതിന് ശേഷം വരിക. ഇത് പള്ളിമുക്കാണ്, ഭയങ്കര എനിക്ക് തോന്നുന്നു ഇവിടെ അവിടുന്ന് ഒരു റോഡ് ഇങ്ങോട്ട് വന്ന് കയറുന്നുണ്ട്. അത് കാരണം ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ദാണ്ട ഈ കാണുന്ന റോഡ് ഉണ്ടോ, അപ്പോൾ അവിടുന്ന് വരുന്ന ആൾക്കാർ അങ്ങോട്ട് പോവും, അവിടുന്ന് ഇറങ്ങുന്ന വണ്ടികളും വരും. അപ്പോൾ അവിടെ ഒരുപാട് സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു മേജർ സ്ഥലമാണ്, പോയിൻ്റാണത്. ഒരു സിഗ്നൽ അവിടെ ശരിക്കും വെക്കേണ്ട സമയം കഴിഞ്ഞു. പ്രത്യേകിച്ച് ഇവിടെ ഭയങ്കര വലിയ ജംഗ്ഷനാണ് പള്ളിമുക്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഉള്ളതാണ്, ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ വളർന്നു വരുന്നൊരു സ്ഥലമാണ്. അപ്പം അതിനനുസരിച്ചിട്ടുള്ളൊരു ഗതാഗത നിയന്ത്രണവും കൂടെ വരുത്തേണ്ടതാണ്. അവിടെ ഒരു സിഗ്നൽ എന്തായാലും അത്യാവശ്യമായിരുന്നു. ഒരു 10 സെക്കൻഡിൻ്റെയോ ഒരു 20 സെക്കൻഡ് ചെറിയ സിഗ്നൽ മതി, പക്ഷേ അത്യാവശ്യം വേണ്ടതാണ്. അവിടെ എപ്പോഴും അപകടമാണ് നടക്കുന്നത്. ഈ ഓട്ടോറിക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് അറ്റം വരെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവരെ ഞാൻ കുറ്റം പറയത്തില്ല, അവരുടെ അവസ്ഥ മീൻ 3-4-5 പേരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരാൾ ഇങ്ങനെ ഇരുന്നല്ലേ ഒക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഒരാളവിടെ വേറെ വണ്ടി വിളിച്ച് വരാൻ പറ്റുമോ? അപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവസ്ഥയാണ്. പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ മറ്റേ വലിയ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കത് ബുദ്ധിമുട്ടാവും. ശരിക്കും വലിയൊരു മാറ്റമുണ്ട് നമ്മുടെ റോഡുകളിൽ. ഒരുപാട് EV ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഈ കൊല്ലത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ക്രീറ്റ തൊട്ട് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ EV അത് മുതൽ MGയുടെ അത് തൊട്ട് എല്ലാം, ടാറ്റ എല്ലാ വണ്ടി, മഹീന്ദ്രയുടെ 400, അങ്ങനെ അത്യാവശ്യം എല്ലാ ഇലക്ട്രിക് വാഹനങ്ങളും ഇപ്പോൾ റോഡിലുണ്ട്. ആൾക്കാർ പെട്രോളൊക്കെ മാറ്റി അല്ലെങ്കിൽ ഡീസലൊക്കെ മാറ്റിയിട്ട് ഇലക്ട്രിക്കിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ശരിക്കും കാണുന്നത് റോഡുകളിൽ.
നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഞാൻ നിൽക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 3-4 വണ്ടി ഇപ്പം EV-യിലോട്ട് മാറിയിട്ടുണ്ട്. നല്ല കാര്യം തന്നെയാണ്. പെട്രോളിൻ്റെയൊക്കെ ഉപയോഗം കുറച്ചിട്ട് EV-യിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ലോകരാജ്യങ്ങളിൽ മാത്രമല്ല, ഒരു എനർജി സഫീഷ്യൻ്റായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് തെളിയിക്കാൻ പറ്റും. സോ വളരെ നല്ല കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എമർജൻസി ആയിട്ട് എടുത്തുകൊണ്ട് പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു പ്രശ്നമാണ്. അതാണ് ഒരു മിനിമം ഒരു 500 കിലോമീറ്ററൊക്കെ മൈലേജ് കിട്ടുന്ന ഒരു EV വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പം ആഴ്ചയിൽ ഒരു തവണയൊക്കെ ചാർജ് ചെയ്യേണ്ടി മതിയായിരിക്കും. അപ്പം നമ്മളിപ്പോൾ ഒരു ഡെയിലി യൂസ്, ഇപ്പോൾ എൻ്റെ അവസ്ഥയാണെങ്കിൽ ഒരു 50 to 100, 150 കിലോമീറ്റർ താഴെ ഞാൻ ഡെയിലി യൂസ് ചെയ്യത്തുള്ളൂ എങ്ങനെ പോയാലും. അപ്പം 500 കിലോമീറ്ററൊക്കെ റേഞ്ചുള്ള വണ്ടിയാണെങ്കിൽ വീക്കിലി 1-2 തവണയൊക്കെ ചെയ്താൽ മതി. അപ്പം എമർജൻസി ആയിട്ട് എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെ എനിക്ക് അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അല്ലാതെ ഈ പറയുന്ന MG-യുടെയോ അല്ലെങ്കിൽ ടാറ്റയുടെ ടിയാഗോയൊക്കെ 200-150 തരുന്ന സത്യം പറഞ്ഞാൽ അതൊക്കെ മേടിക്കാതിരിക്കുകയാണ് നല്ലത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. കാരണം ഡെയിലി ചാർജ് ചെയ്ത് നമ്മൾ നിൽക്കേണ്ടി വരും. അതും ശരിക്കും അത്ര നല്ലതല്ല. ഒരു എന്താ പറയുക, ഇപ്പോൾ നമുക്ക് എമർജൻസി ആയിട്ട് എവിടെയെങ്കിലും പോകണമെന്ന് വെച്ചാൽ നടക്കത്തില്ല. അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ സോളാർ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു വണ്ടിയും കൂടെ എടുത്തിട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. കുറച്ച് ലാഭം ഉണ്ടാവും. അല്ലാതെ ഉണ്ടെങ്കിൽ നല്ല റേഞ്ചുള്ള വണ്ടിയാണെങ്കിൽ വലിയ ഇഷ്യൂ വരത്തില്ല. വീക്കിലി 1-2 തവണ മാത്രം ചാർജ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ EV ഭയങ്കര നല്ലൊരു ഓപ്ഷനാണ്. ഇനി അങ്ങോട്ടുള്ള കാലം അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ ഇനി വരാൻ പോണ ഹാരിയർ EV, മഹീന്ദ്രയുടെ B60 തൊട്ട് എല്ലാ വണ്ടികളും ഒരു 500, BYDയുടെയൊക്കെ വണ്ടി 500-നൊക്കെ പുറത്തുണ്ട് പലതും. അപ്പം ആ റേഞ്ചിലുള്ള വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും നല്ലതായിരുന്നു. പക്ഷേ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് പ്രൈസിൻ്റെ ഒരു ഇഷ്യൂ ആണ്. ഒരു നല്ല റേഞ്ചുള്ളൊരു വണ്ടി എടുക്കണമെങ്കിൽ ഒരു 25 മിനിമം കൊടുക്കേണ്ടി വരും. തന്നെ അവർ പറയുന്ന 682 കിലോമീറ്ററിൻ്റെ മൈലേജ്, 79 കിലോ വാൾട്ടിൻ്റെ, അത് വേണമെങ്കിൽ ഏകദേശം ഒരു 28-29 ലക്ഷം രൂപ കൊടുക്കണം. BYD തന്നെ 28 ലക്ഷം രൂപയാണ്. ഇപ്പോൾ ഹാരിയർ വരെയാണെങ്കിൽ ഒരു മിനിമം ഒരു 30 എല്ലാവരും പറയുന്നത്. എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു പ്രൈസാണ്. അപ്പം ആ ഒരു റേഞ്ചിലെത്തും. അതും സാധാരണ ഒരു മിഡിൽ ക്ലാസ്സിനെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ആ ഒരു ഇഷ്യൂവും കൂടെ ഉണ്ട്. ഈ ബാറ്ററിയുടെ നമ്മൾ നോക്കുമ്പോൾ, ബാറ്ററി കാറിലോട്ട് മാറുമ്പോൾ നമ്മൾ റേഞ്ചാണല്ലോ മെയിനായിട്ട് നോക്കുന്നത്. ഇവിടെ ടാറ്റയുടെ ഒരു ഷോറൂം വന്നിട്ടുണ്ട്. ഈ ഇടയ്ക്ക് എനിക്ക് ഇവിടുന്ന് ഒരു കോള് വന്നായിരുന്നു. ഇങ്ങനെ ഞാൻ ഈ ഹാരിയറിൻ്റെ EV ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഇവിടുന്ന് ഒരു കോൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പഞ്ചിൻ്റെയും നെക്സോണിൻ്റെയൊക്കെ ഓഫർ ഉണ്ടെന്ന രീതിയിൽ ഇന്നും വന്നായിരുന്നു അങ്ങനെ ഒരു കോൾ. ആക്ച്വലി ഞാൻ ആലോചിക്കുകയും ചെയ്തു ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കയറി നോക്കണമെന്ന്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പഞ്ചിനോടും ടിയാഗോയോടും നെക്സോണൊന്നും വലിയ താല്പര്യമില്ല. അതിൻ്റെ ബാറ്ററിയുടെയും പിന്നെ റേഞ്ചും ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്കല്ല. അതൊന്നും ഈ ഡെയിലി ചാർജ് ചെയ്യുന്നതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. അതിപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിലോ ഒക്കെ വഴിയിലായിപ്പോവും. മിനിമം ഒരു 450-500 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന വണ്ടി എടുത്തിട്ട് EV-യിൽ എടുത്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ ഉണ്ടെങ്കിൽ ജസ്റ്റ് പറയാമെന്നേ ഉള്ളൂ EV വണ്ടി ഉണ്ടെന്ന്. ഇവിടെയൊക്കെ NHൻ്റെ പരിപാടിയുണ്ട്. ഇവിടെ നിന്നിട്ടാണ് തുടങ്ങുന്നത്. ഇത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബൈപ്പാസ് ചെയ്തങ്ങ് പോവുകയാണ് ചെയ്യുന്നത്, കൊല്ലത്തിൽ ടൗണിൽ കയറാതെ. സോ ഇവിടുത്തെ പരിപാടി എത്ര ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 45-50% അത് പാതി പണി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെയൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇനി മണ്ണിട്ട് മൂടി പിന്നെ കുറച്ച് അങ്ങനത്തെ പരിപാടികൾ മാത്രമേ ഉള്ളൂ ഇവിടെ ചെയ്യാൻ. പല ഭാഗത്തും ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇത് കാണുമ്പോൾ നല്ലൊരു സന്തോഷം തോന്നുന്നുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിനോട്. കാരണം അവരോടൊരു ബഹുമാനമാണ് നമുക്ക് തോന്നുന്നത്. ഇത് എത്രത്തോളം ഈ നമ്മളിപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ് പറഞ്ഞാൽ അവരാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ എൻ്റെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് റോഡുണ്ട്, ഫുള്ള് കുഴിയാണ്. ഇന്നത്തെ നമ്മുടെ ഈ പോകുന്ന വഴിയിൽ കാണാൻ പറ്റും, ഞാൻ കാണിച്ചു തരാം. അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ആരാണ് ഇതൊക്കെ ശരിക്കും ചെയ്യുന്നതെന്ന്, ഈ പ്രവൃത്തികളൊക്കെ. അപ്പം ഭയങ്കര സന്തോഷമാണ് എനിക്ക്. കാരണം നമുക്ക് ശരിക്കും എനിക്ക് കൊല്ലത്തുനിന്ന് എന്ന് വെച്ചാൽ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഏകദേശം ഒരു 45-50 മിനിറ്റിനോളം ഡ്രൈവ് ഉണ്ട്. ഈ NH66 വന്നു കഴിഞ്ഞാൽ എനിക്കതൊരു 25 മിനിറ്റിനകത്ത് ഒരു അരമണിക്കൂറിനകത്ത് എന്തായാലും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ശരിക്കും അവസ്ഥ എന്ന് പറയുന്നത്. സമയം ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണല്ലോ. ഇപ്പം കൊല്ലത്തുനിന്ന് മിക്ക കേസുകൾ ഇപ്പം നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിൽ കൂടി എല്ലാം റെഫർ ചെയ്ത് വിടുന്നത് ട്രിവാൻഡ്രത്തേക്കാണ്. അപ്പം ഈ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ശരിക്കും ഒരു 1.5 മണിക്കൂർ എടുക്കും ഇവിടുന്ന് ട്രിവാൻഡ്രം എത്തണമെങ്കിൽ. പക്ഷേ NH വന്നു കഴിഞ്ഞാൽ അത് നേരെ പകുതിയായിട്ട് ഒരു 30 മിനിറ്റ്സോ 45 മിനിറ്റ്സിനുള്ളിലൊക്കെ നമുക്ക് കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രത്തേക്ക് എത്താൻ പറ്റും. സോ അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം
ഒരു 10-20 വർഷം മുമ്പേ വരേണ്ടതായിരുന്നു. പക്ഷേ അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയൊരു ഫണ്ടെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കൂടെ ഒക്കത്തില്ലായിരുന്നു. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ഈ രാമുവേട്ടൻ്റെ പശു അപ്പുറത്ത് പോകുന്നുള്ള തമാശയല്ല ശരിക്കും. അന്ന് പറഞ്ഞിരുന്ന കാര്യം എന്ന് പറയുന്നത് ഇത്രയും വലിയ എമൗണ്ട് ശരിക്കും ഇന്ത്യയെ കൊണ്ട് താങ്ങാവുന്നതല്ല. 1,00,000 കോടിയുടെ പദ്ധതികളാണ് ഇതൊക്കെ പലതും. അപ്പോൾ ഇത്രയും വലിയ ഒരു ബഡ്ജറ്റൊന്നും എടുക്കാനുള്ള ഒരു ഗതി ഇന്ത്യ ഗവൺമെൻറ്റിന് അന്ന് ഇല്ലായിരുന്നു. അത് ഇപ്പം ശരിക്കും ടാക്സ് പിടിക്കാറില്ലായിരുന്നു, ശരിക്കും കാര്യങ്ങളൊന്നും നടക്കത്തില്ലായിരുന്നു. ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ കണക്ക് തന്നെ KSRTC എങ്ങനെയാണ് നമുക്ക് നഷ്ടത്തിലായി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള അവസ്ഥ കണക്ക് തന്നെയായിരുന്നു ഇന്ത്യയുടെ ഒരു കാലത്ത്. അത് മാറി ഒരു പ്രോപ്പറായിട്ടൊരു സിസ്റ്റമിക് ഒരു അപ്രോച്ച് വന്നപ്പോഴാണ് ശരിക്കും KSRTCയിൽ 2019 തോന്നുന്നു തോമൻ തച്ചങ്കരി എന്ന് പറഞ്ഞുകൊണ്ടൊരു IAS ഓഫീസർ അതിൻ്റെ MD ആക്കുകയും ആ ഒരു മാസം 1 രൂപ പോലും നഷ്ടത്തിൽ ഓടാതെ എല്ലാ ക്യാഷും അന്ന് സാലറി എല്ലാവർക്കും ക്രെഡിറ്റ് ചെയ്തു. നെക്സ്റ്റ് മന്ത് യൂണിയൻകാർ ഇടപെട്ട് അയാളെ അവിടെ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത്. അതിനുശേഷം പിന്നെ അറിയാമല്ലോ, വെറുതെ വന്നിരിക്കുന്ന കുറേ ആൾക്കാരെ പിടിച്ച് പിന്നെ അകത്ത് കയറ്റി KSRTC പിന്നെ നഷ്ടത്തിലായി. നമുക്കറിയാം ശരിക്കും എന്താണ് KSRTCയുടെ പ്രശ്നമെന്ന് വെച്ചാൽ യൂണിയൻകാരുടെ പ്രശ്നങ്ങൾ അറിയാമല്ലോ. അന്ന് തോമൻ സാറ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഇപ്പോഴും മൊബൈലിൽ നെറ്റിലൊക്കെ കിട്ടുന്നതാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എവിടെയാണ് ശരിക്കും നമ്മുടെ ഒരു നമുക്ക് തെറ്റ് പറ്റുന്നത്, അല്ലെങ്കിൽ KSRTC സംബന്ധിച്ചോളം എവിടെ നിന്നാണ് ഈ ക്യാഷ് എല്ലാം ലീക്കായി പോകുന്നതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പം പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ KSRTC രക്ഷിക്കാമായിരുന്നു. അതിനൊക്കെ തന്നെയാണ് ഇന്ത്യയുടെ ഒരു കാലത്തെ അവസ്ഥ. നമുക്ക് ഒരുപാട് സമ്പത്തും കാര്യങ്ങളും ഉള്ളതാണ്, പക്ഷേ അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗവൺമെൻറ് സിസ്റ്റം ഇല്ലായിരുന്നു. അതിനുശേഷം BJP ഗവൺമെൻറ് വന്ന ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ട്. നമ്മൾ അപ്രിസിയേഷൻ ചെയ്യേണ്ടത് തന്നെയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ വലിയ തെറ്റാണ്. അത് കേരള ഗവൺമെൻറ് ഇച്ഛാശക്തി ഒന്നുമല്ല. ഇതിപ്പം ഗെയിൽ പൈപ്പ് ലൈൻ്റെ ഒരു അവസ്ഥയുണ്ടായിരുന്നു പണ്ട്. അത് എങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്ന ഗവൺമെൻറ് എതിർത്തതെന്നും അതിനുശേഷം അവർ വന്നപ്പോൾ അതിനെ എത്രത്തോളം രീതിയിൽ സപ്പോർട്ട് ചെയ്തെന്ന് നോക്കിയാൽ മതി. അത് മാത്രമല്ല, ഈ വിഴിഞ്ഞം പദ്ധതി ഇന്ന് വരുന്ന സമയത്ത് കഴിഞ്ഞ വർഷം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് കടൽ കൊള്ള, ഉമ്മൻചാണ്ടി സാറിന് ഇനി പറയാൻ വാക്കുകളൊന്നുമില്ല. ഈ ഓരോ സമ്മേളനം നടക്കുമ്പോഴും ഉമ്മൻചാണ്ടി സാറിനെയൊക്കെ വിളിക്കുന്ന ചീത്ത പറയുന്നതും വഴക്ക് പറയുന്നതും ഉപയോഗിക്കുന്ന വാക്യങ്ങളൊക്കെ എന്ത് രീതിയിലായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ജസ്റ്റ് ഒന്ന് ഗൂഗിളെടുത്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ യൂട്യൂബിലെടുത്ത് നോക്കിയാൽ മതി ആ സമയത്തുള്ള കാര്യങ്ങൾ. കടൽ കൊള്ള, നമ്മളെ കടൽ തീരത്തിനെ വിറ്റു കൊടുക്കുന്നു അദാനിക്ക്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ എല്ലാം ശരിയായി. അതാണ് പറയുന്നത്, അവർ ഭരിക്കുന്ന സമയത്ത് അവർക്ക് എല്ലാം ആവാവുന്നൊരവസ്ഥയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ഈ NHൻ്റെ 66ൻ്റെ പരിപാടി ഇത് കാണുമ്പം ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. നമുക്ക് ഒരു 10-20 വർഷം മുന്നേ വന്നിരുന്നെങ്കിൽ നമുക്കിതൊക്കെ എന്ത് നല്ലതായിരുന്നു. നമ്മുടെയൊക്കെ നല്ല കാലത്ത് നമുക്ക് ഇപ്പോഴും നല്ല കാലം തന്നെ, ഞാൻ പറഞ്ഞു വെച്ചാൽ ഒരു 20s ഏർലി 20s നമുക്കിതൊക്കെ കാണാമായിരുന്നു. നമ്മുടെ അപ്പൂപ്പന്മാർക്കൊക്കെ ഒരു പക്ഷേ ഇതൊക്കെ കാണാമായിരുന്നു. അവരൊക്കെ സ്വപ്നം പോലും കാണത്തില്ല ഇങ്ങനൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. NH നമുക്ക് സ്വപ്നം കാണുന്നതിന് അപ്പുറമായിരുന്നു കേരള സംബന്ധിച്ചോളം. കാരണം കേരളം അത്ര കൺജസ്റ്റഡാണ്, വളരെ ചുരുങ്ങിയൊരു സ്ഥലമാണ്. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാറ്റ്സ് ഓഫ് ടു നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന ഒരു വലിയൊരു മനുഷ്യനാണ് ഇതിൻ്റെ പുറകിൽ. കാരണം ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്തിട്ടാണ് അദ്ദേഹം ഇതെത്തിയേക്കുന്നത്. ഏകദേശം 1 കിലോമീറ്റർ ചെയ്യാൻ 100 കോടിയോ അങ്ങനെ എന്തോ വലിയൊരു എമൗണ്ടാണ് ശരിക്കും NHന് വേണ്ടി ഇവിടെ ചിലവഴിക്കുന്നത്. അതാണ് ഒരൊറ്റ സമരമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്, കേരളത്തിൽ സമരം ഇല്ലാതെ നടക്കുന്ന ഒരേ ഒരു പരിപാടി ഇതായിരിക്കും. ആകെ നടക്കുന്നത് ഈ വല്ല അണ്ടർപാസിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടിയാണ്. അല്ലാതെ ആൾക്കാർക്ക് കോമ്പൻസേഷൻ കുറഞ്ഞു പോയി ആ രീതിയിലൊന്നും ഒരു സമരവും എവിടെയും നമുക്ക് കാണാൻ പറ്റത്തില്ല. കാരണം അമ്മാതിരി രീതിയിലാണ് അവർ കൊടുത്തേക്കുന്നത്, കുറ്റം പറയാൻ പോലും പറ്റാത്ത രീതിയിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതാണ്. അപ്പം ഭരിക്കാൻ അറിയാവുന്നവർ കയറി ഇരുന്നെങ്കിൽ എല്ലാം നടക്കുമെന്നുള്ളൊരു ഉദാഹരണമാണ്. ട്രിവാൻഡ്രത്ത് NHൻ്റെ പരിപാടി സത്യം പറഞ്ഞാൽ 2026 ഡിസംബറോടുകൂടി NH തുറന്നു കൊടുക്കുമെന്നാണ് പ്രഖ്യാപനം സെൻട്രൽ ഗവൺമെൻറ്. പക്ഷേ അത് നടക്കത്തില്ല. അതിന് കാരണമെന്ന് പറയുന്നത് തിരുവനന്തപുരം ഒരു റീജിയനിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു കാരണവശാലും ഈ 2026 അത് തീരത്തില്ല. കാരണം അതിൻ്റെ പരിപാടി ഏകദേശം 30% താഴെ എത്തിയിട്ടേ ഉള്ളൂ. പലയിടത്തും അണ്ടർപാസിൻ്റെ പരിപാടികൾ തന്നെ തുടങ്ങിയിട്ടേ ഉള്ളൂ, ബിഗിനിങ് സ്റ്റേജിൽ മാത്രമേ എത്തിയുള്ളൂ. പല സ്ഥലത്തും ഇനി 2 ഭാഗത്തും കെട്ടിപ്പൊക്കി മണ്ണിട്ട് നികത്തി അതിനെ മണ്ടേ ടാർ ചെയ്യണം. അതിനൊക്കെ ഏകദേശം ഒരു 2-2.5 വർഷം മിനിമം എടുക്കും. ട്രിവാൻഡ്രത്തിൻ്റെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കരാറുകാരൻ സമയത്തോളം അത് പാലാരിവട്ടം ബന്ധപ്പെട്ട് പേര് പറയുന്നില്ല, ആ ബന്ധമായിട്ട് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തതാണ്. പിന്നെ കോടതിയിൽ കേസ് പോയി, അവർ തിരിച്ച് കേസ് ഫയൽ ചെയ്തു. അവസാനം അവർക്ക് ഇപ്പം ചെയ്യുന്ന കൺസ്ട്രക്ഷനൊക്കെ ചെയ്തോളാനൊരു കാര്യം പറഞ്ഞു എന്നാണ് പറയുന്നത്. 5 വർഷത്തേക്കുള്ള എന്തോ ഒരു ബ്ലാക്ക് ലിസ്റ്റും അവർക്കുണ്ട്. എങ്ങനെയാണ് നടക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും
ഇതാണ് ശരിക്കും അവസ്ഥ. അല്ലാതെ സാമ്പത്തികമായിട്ട് ശരിക്കും വൻ പ്രശ്നത്തിലാണ് ആ ഒരു കമ്പനി എന്ന് പറയുന്നത്, കരാറെടുത്ത കമ്പനി. ഇപ്പോൾ അത് മഹാരാഷ്ട്ര ബേസ്ഡ് ആയിട്ടുള്ള വേറൊരു കമ്പനിയിലേക്ക് അതിൻ്റെ ഒരു ഉപകരാർ കണക്ക് സബ് കോൺട്രാക്റ്റ് കൊടുത്ത് ആ രീതിയിൽ ചെയ്യുന്നു എന്നൊരു വാർത്ത ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് ശരിക്കും ഇപ്പോൾ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ട്രിവാൻഡ്രം സമയത്തോളം എനിക്ക് തോന്നുന്നു 2026 കേരളത്തിൻ്റെ ബാക്കി എല്ലാ ഭാഗത്തും NHൻ്റെ തീർന്ന് കംപ്ലീറ്റായി തുറന്നാലും ട്രിവാൻഡ്രം തുറക്കാൻ പോകുന്നില്ല. അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ പരിപാടി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഏകദേശം വെച്ചാൽ ഒരു 70% പൂർത്തിയായി എന്നാണ് റിപ്പോർട്ട്. അപ്പം അതെന്തായാലും ഒരു വലിയൊരു കാര്യമാണ്. ആറ്റിങ്ങൽ ഭാഗം രക്ഷപ്പെട്ടു. ട്രിവാൻഡ്രത്തിൻ്റെ ഗതികേടെന്ന് മാത്രമേ പറയാനുള്ളൂ. ട്രിവാൻഡ്രത്ത് മെട്രോ പോലും ഇല്ല. കോവിഡിൻ്റെ ആ മുമ്പ് കാലത്ത് അന്ന് നമ്മുടെ മെട്രോമാൻ ഈ ശ്രീധരൻ സാറ് 2 ഓഫീസ് റൂം തുറന്നായിരുന്നു ട്രിവാൻഡ്രത്ത് മെട്രോ തുടങ്ങുന്നതിൻ്റെയൊക്കെ പരിപാടിക്ക് വേണ്ടി. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ് അതിന് അനുവദിച്ചിട്ടില്ല. അതിന് കാരണം അറിയാലോ, അവർക്ക് കാശ് കിട്ടത്തില്ല. കാരണം കൊച്ചി മെട്രോ സമയത്തോളം കോടിക്കണക്കിന് രൂപയാണ് അദ്ദേഹം തിരിച്ചു കൊടുത്തത് ഗവൺമെൻറ്റിന്. അപ്പം ആ രീതി നോക്കുന്ന സമയത്ത് ട്രിവാൻഡ്രത്ത് ഒരു കാരണവശാലും മെട്രോമാനെ കൊണ്ട് ചെയ്യിക്കത്തില്ല. കാരണം അവർക്കൊക്കെ അഴിമതിയാണ് മുഖ്യം, അല്ലാതെ നാടാണ് മുഖ്യമെങ്കിൽ എന്നേ അവിടെ വന്നാണ്. കാരണം ട്രിവാൻഡ്രത്ത് മെട്രോ എന്ന് പറയുന്ന അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം മെട്രോ സിറ്റി എന്ന് പറയുന്ന ആ പേര് മാത്രമല്ല, അതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഇപ്പം തന്നെ അവർക്കറിയാം, കൊച്ചി മെട്രോ വരുന്ന സമയത്ത് വൻ നഷ്ടത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് നല്ല ലാഭത്തിലായി തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പം ആദ്യമായിട്ടാണ് ലാഭത്തിലായെന്നാണ് പറയുന്നത്. അതിനൊക്കെ തന്നെയാണ് ട്രിവാൻഡ്രം ഏറ്റവും കൂടുതൽ അത്യാവശ്യം ട്രിവാൻഡ്രത്തായിരുന്നു. ട്രിവാൻഡ്രം അത് എനിക്ക് തോന്നുന്നു അതിന് ശേഷം വന്ന് ആറ്റിങ്ങിൽ വരാവുന്ന രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ഉപയോഗമായിരുന്നു മെട്രോ വന്നെങ്കിൽ, എല്ലാത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ട്. ഇപ്പോൾ നമുക്ക് പോർട്ടുണ്ട്, എയർപോർട്ടുണ്ട്, മ്യൂസിയം, നമ്മുടെ സെക്രട്ടേറിയറ്റ്, പത്മനാഭസ്വാമി ക്ഷേത്രം, ലുല്ലു ആൻഡ് ടെക്നോ പാർക്ക്, അങ്ങനെ ആ എല്ലാ മേഖലയും ചേർത്തുകൊണ്ട് ഒരു മെട്രോ ലൈൻ, ഒരു സർക്കിൾ ചെയ്ത് വരുന്ന ഒരു മെട്രോ ലൈൻ ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു പ്രോജക്റ്റായിരുന്നു ഈ ശ്രീധരൻ സാർ അന്ന് വെച്ചത്. പക്ഷേ അത് നടക്കാതെ പോയി. അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഇതിപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് കൊട്ടിയത്തിൻ്റെ ഭാഗത്താണ്. എല്ലാവരും കണ്ടാൽ മനസ്സിലാവും. കൊട്ടിയത്തൊക്കെ ഭയങ്കര വികസനമാണ്, ഞെട്ടുന്ന വികസനമാണ് കൊട്ടിയത്ത് നടക്കുന്നത്. കാരണം എൻ്റെ വൈഫിൻ്റെ ഡെലിവറിയായിട്ട് ബന്ധപ്പെട്ട് 2024 ഒക്ടോബറിൽ അവസാന ആഴ്ചയിൽ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഡിവൈഡറും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇതിനകത്തുള്ള മെയിൻ റോഡിൽ കൂടെ വന്നു. ഇതിപ്പോൾ സർവീസ് റോഡ് ഇപ്പം പണിതാണ് 2 മാസം മുമ്പ്. അതിന് മുമ്പുള്ള സമയത്ത് ഈ സെൻട്രൽ ഭാഗത്ത് തന്നെയാണ് റോഡ് ഉണ്ടായിരുന്നത്. ഇപ്പം ഞാൻ നോക്കുമ്പം ഏകദേശം ഒരു 3-4 മാസം കഴിഞ്ഞപ്പം വലിയ മാറ്റങ്ങളാണ്. ഈ 2 സൈഡിലും ഈ പറയുന്ന വാള് ഏകദേശം പൂർത്തിയായി. ഇനിയിപ്പോൾ ഒരു ലൈനും കൂടെ മാത്രം വെച്ചാൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിൽ മണ്ണും നിരത്തി ടാറിട്ട് കഴിഞ്ഞാൽ ആ റോഡ് സെറ്റായി. സോ ഇതാണ് കൊട്ടിയത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. കൊട്ടിയത്ത് പിന്നെ പറയണ്ടല്ലോ, വൻ രീതിയിൽ ഓരോ ദിവസവും വലിയ വലിയ മാറ്റങ്ങളാണ് കൊട്ടിയത്ത് സമയത്തോളം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ, ഈ ഇടയ്ക്ക് കൊട്ടിയത്തൊരു മഴ പെയ്തായിരുന്നു. മാർച്ച് 10 ആണെന്ന് തോന്നുന്നു. ഭയങ്കര വെള്ളക്കെട്ടായിപ്പോയി. കാരണം വെള്ളത്തിന് ഇങ്ങനെ ഈ കെട്ടി പൊക്കുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ വെള്ളം ഭയങ്കരമായിട്ട് ലോഡ് ചെയ്യും ആ ഭാഗത്ത്. അത് ശരിക്കും ഒരു പ്രശ്നമാണ്. ഈ മഴ പെയ്ത സമയത്ത് എല്ലാവരും അനുഭവിച്ചതാണ്. ഇപ്പം മഴയ്ക്ക് മുന്നേ തുറന്നു കൊടുക്കുന്നതാണ് നല്ലത് മുകളിലത്തെ പാത. അല്ലെങ്കിൽ ഈ 2 ഭാഗം ട്രിവാൻഡ്രവും കൊല്ലവും തമ്മിലുള്ള ആ ഒരു പാർട്ടെന്ന് പറയുന്ന വെള്ളത്തിൽ മുങ്ങിക്കിടക്കും. ട്രാവൽ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ശരിക്കും അവിശ്വസനീയമായിട്ടുള്ള വികസന പരിപാടിയാണ് ശരിക്കും NHൻ്റെ പരിപാടി നടക്കുന്നത്. ഓരോ ദിവസവും നമ്മൾ ഞെട്ടുന്ന കാര്യങ്ങളാണ്. ഓരോ ദിവസമാണ് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് പരിപാടികൾ. ഈ പല യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ അവർ ഈ ഡ്രോൺ വെച്ച് വരെ വീഡിയോ എടുത്ത് നമ്മളെ കാണിക്കുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഓരോ കോൺട്രാക്ടർക്ക് ജസ്റ്റ് യൂട്യൂബിൽ വീഡിയോ നോക്കിയാൽ മതിയായിരിക്കും അവരുടെ പ്രോഗ്രഷനും കാര്യങ്ങളും കാണാൻ. കാരണം അത്ര ഡീറ്റെയിൽഡ് ആയിട്ടാണ് പലരും പറയുന്നത് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷനെ പറ്റിയും മറ്റു കാര്യങ്ങളും. ഇതിപ്പോൾ നമ്മളിനി പോകുന്ന മൈലക്കാട് ജംഗ്ഷനിലേക്കാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ള, ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളെയൊക്കെ നാട്ടിൽ ഒരുപാട് പേര് മരിച്ചൊരു സ്ഥലവും കൂടെയാണ്. അവിടെ വലിയൊരു വളവും ചെറിയൊരു പാലം, വലിയൊരു വളവും, ഒരു എന്താ പറയുക, ഒരു എൽ ഷേപ്പിലുള്ളൊരു വളവാണ് ഇവിടെ. അപ്പം അവിടെയൊക്കെ ഒരുപാട് പേര് അപകടത്തിൽ മരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള സ്ഥലമാണ്. അപ്പം അതിപ്പം ആ ഒരു വളം ഇന്ന് നേരെയാണ്. ഇപ്പം NH വന്നു കഴിഞ്ഞാൽ അത് നേരെയാവും. അപ്പം ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നുണ്ട് അത് കാഴ്ച കാണുമ്പം. ഇതൊക്കെ സർവീസ് റോഡാണ് ഒരു വഴി എന്ന് പറയുന്നത്.
ഇതൊരു ചലഞ്ചായിട്ട് എടുത്ത വീഡിയോ ആണ് ശരിക്കും. ഞാൻ ഈ പറയുന്ന വോയിസ് പറയുന്നതാണ്. ഏകദേശം ഒരു മണിക്കൂറോളം ഉണ്ട് എൻ്റെ വീഡിയോ. 1 മണിക്കൂറല്ല, കറക്റ്റ് പറഞ്ഞാൽ 48 മിനിറ്റോളം ഉണ്ട്. എൻ്റെ വീട് വരെ, റെയിൽവേ സ്റ്റേഷൻ തൊട്ട് എൻ്റെ വീട് വരെയുള്ള ഫുൾ ലെന്ത് വീഡിയോ ആണ്. ഞാനത് എഡിറ്റ് ചെയ്യുകയോ സ്കിപ്പ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. വോയിസ് മാത്രമേ ഇടുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അത് വെറുതെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. ഇത് ടോട്ടലി നമുക്ക് NHൻ്റെ പരിപാടി ഫുള്ള് കാണാൻ പറ്റും. എനിക്കും ഒരു മെമ്മറിക്ക് വേണ്ടിയാണ്. ഞാൻ 2 മാസം മുമ്പ് ഇവിടെ ആദ്യമായിട്ട് കൊല്ലത്ത് പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഇവിടെയൊന്നും ഈ പറയുന്ന വാളൊന്നും ഇത്ര ഹൈറ്റിലെത്തിയിട്ടില്ല. അതിനൊരു 1-2 വാളൊക്കെ വയ്ക്കുന്ന സമയമാണ്. വലിയൊരു കുഴിയായിരുന്നു പണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കയറി പോകുന്നില്ല, ആകാശത്തേക്ക് പോകുന്ന വീഗാലാൻഡിലൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ ഈ ഓരോ റൈഡിൽ കയറത്തില്ലേ, സാധാരണക്കാരായിരുന്നു ഈ മൈലക്കാട് ഈ ഭാഗത്തു നിന്ന് കൊട്ടിത്തോട്ട് കയറുന്നത്. അതൊരു ലാൻഡ് മാർക്കായിരുന്നു. ഇങ്ങനൊരു വലിയൊരു കയറ്റം കയറി കഴിഞ്ഞാൽ ഉടനെ കൊട്ടിയോ. അപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗങ്ങളെല്ലാം. ഇത് മൈലക്കാടാണ്. ഇവിടെ ഒരു വലിയ അമ്പലമൊക്കെ ഉണ്ട്. ഭയങ്കര ഉത്സവമൊക്കെ ആയിരുന്നു ഒരു ആഴ്ച മുമ്പ് ഇവിടെ എല്ലായിടത്തും വൻ മാറ്റങ്ങളാണ്. ഓരോ ദിവസങ്ങളും നമ്മൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പുതിയ കാര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര സ്പീഡിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്നും നൈറ്റ് ടൈമിലാണ് ഇവർ നല്ല രീതിയിൽ പണി ചെയ്യുന്നത്. കാരണം ഡേ ടൈമിൽ നമ്മൾ അത്തരത്തിലുള്ള ഒന്നും കാണുന്നില്ല. രാവിലെ വരുമ്പോൾ പുതിയ വഴികൾ തുറന്നു വരുന്നു, പുതിയ കാര്യങ്ങൾ കാണുന്നു എന്നുള്ള കാര്യമാണ് മെയിനായിട്ട്. ശരിക്കും ഈ വലിയ വണ്ടികൾ നമുക്ക് സൈഡ് തരത്തില്ല, വലിയ ബുദ്ധിമുട്ടാണ്. അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഹെവി ലോഡും കൊണ്ട് പോകുന്നതുകൊണ്ട് അവർക്കും പെട്ടെന്ന് വളയ്ക്കാനും എടുക്കാനൊക്കെ പാടാണ്. നമുക്ക് മനസ്സിലാവും. പക്ഷേ പ്രശ്നമെന്ന് പറയുന്നത് നമുക്കിങ്ങനെ ഇവരുടെ വണ്ടിയാണെങ്കിൽ ഭയങ്കര പുകയൊക്കെയാണ്. പുക പരിശോധന ഒന്നും ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് ഇവരെ കയറിപ്പോവാതെ വേറെ നിവർത്തിയില്ല. ഇന്നിപ്പം ഒരുപാട് ശ്രമിച്ചിട്ടാണ് ഞാൻ കയറിപ്പോകുന്നത്. ചെറിയൊരു ഗ്യാപ്പ് കിട്ടി, പിന്നെ ഒന്നും നോക്കിയില്ല. കാരണം പിന്നെ നമ്മൾ നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് എനിക്ക് ഒട്ടും കയറാൻ പറ്റത്തില്ല. കാരണം നല്ല ഇറക്കമാണ് ഇനി അങ്ങോട്ട്. ഇതാണ് മൈലക്കാടിനുള്ള ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് എനിക്കറിയാവുന്ന തന്നെ 2-3 പേര് ബൈക്കിൽ വന്ന് വീണ് അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. അതായത് ആക്സിഡൻറ്റ് പറ്റി ചികിത്സയായ ആൾക്കാരെ അറിയാം. ഭയങ്കര അപകടമുള്ള സ്ഥലമായിരുന്നു കാണുന്നത്. നിങ്ങൾ ഈ കാണുന്നത് ഇപ്പോൾ പുതിയ പാലമാണ്, 2 വരി പാത അപ്പുറത്ത്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇതിന് ശേഷം സർവീസ് റോഡാവും ഈ ഒരു വഴി എന്ന് പറയുന്നത്. കാരണം അതാണ് മെയിൻ NH66 എന്ന് പറയുന്നത്. സൈഡിൽ കാണുന്നത്, റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ അസീസിയ അങ്ങോട്ട് പോകാൻ പറ്റും, കൊട്ടാരക്കര ആ ഒരു ഏരിയയിലോട്ട് പോകാൻ പറ്റും. ഇത് ഭാവിയിൽ സർവീസ് റോഡാവും, നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പാലവും റോഡും. കാരണം മെയിൻ റോഡ് ഇതിൻ്റെ ഇപ്പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വരുന്നതോടുകൂടി ഈ ഒരു വളവ്, ഇവിടെ ഒരു വലിയ കൊടും വളവായിരുന്നു പണ്ട്. ഇവിടെ കണ്ടാൽ മനസ്സിലാവും, കണ്ടോ. ഇവിടുന്ന് ഇങ്ങനെ ഒരു ടോട്ടലി ഒരു ഷിഫ്റ്റ് ചെയ്തുകൊണ്ടൊരു ഷേപ്പിൽ ഇങ്ങനെ വളഞ്ഞ് നമ്മൾ തിരിഞ്ഞ് കയറി പോകണം പണ്ടത്തെ റോഡ്. ഇപ്പോൾ അത് കാണുമ്പോഴും മനസ്സിലാവത്തില്ല സത്യം പറഞ്ഞാൽ. റോഡൊക്കെ ഒരുപാട് മാറി. അപ്പോൾ ആ പോസ്റ്റിൻ്റെ അപ്പുറത്താണ് ഈ കടന്ന പോസ്റ്റില്ല, അതിൻ്റെ അപ്പുറത്ത് റൈറ്റ് സൈഡിലാണ് റോഡ് വരുന്നത്. അപ്പോൾ അത് ഈ വളവ് ഇനി വളയേണ്ടി വരത്തില്ല, ഡയറക്റ്റ് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും. ഇവിടുന്ന് കണ്ടോ, ഇവിടുന്ന് ഇനി ആ പാലത്തിൽ അങ്ങോട്ട് ജോയിൻ ചെയ്യാം. ഈ ഒരു നമ്മളിപ്പോൾ കറങ്ങി വന്ന പാലവും ആ റോഡിൻ്റെ ആവശ്യം വരത്തില്ല, അത് സർവീസായിട്ട് മാറും, സർവീസ് റോഡായിട്ട് മാറും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ രാത്രി തുറന്നു കൊടുത്തതാണ് മറ്റേ ഈ സൈഡിൽ റൈറ്റ് സൈഡിൽ ആ ഒരു പാത്ത് വേ. കാരണം ഇന്നലെ ഞാൻ വരുന്ന സമയത്ത് അത് തുറന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ രാത്രി നല്ല രീതിയിൽ പരിപാടി നടക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഇവിടെ ജോലിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴും കണ്ടോ, ഇതാണ് കൊല്ലം റീച്ചിലെ ശരിക്കും NHൻ്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. നല്ല രീതിയിലാണ് വികസനം നടന്നുകൊണ്ടിരിക്കുന്നത് കൊല്ലം റീച്ചിൽ. ഞാൻ ട്രിവാൻഡ്രത്ത് കഴിഞ്ഞ ഒരു 2023 പോകുമ്പോഴും 24 പോകുമ്പോഴും 25 പോകുമ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല. ചില 2023 അപേക്ഷിച്ച് ചില ഭാഗങ്ങളിൽ ഒരു 2-3 പില്ലേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്, ചില സ്ഥലത്ത് മണ്ണ് ഇടുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ 2023 25 അപേക്ഷിച്ച് നോക്കുമ്പോൾ. അത് ഈ പറയുന്ന കണക്ക് ആ കരാറ് കമ്പനിക്കാരുടെ പ്രശ്നമാണ്. അവർ ഒരുപാട് പ്രശ്നമാണ്. അത് ശരിക്കും നമ്മൾ പറഞ്ഞാൽ ശരിയാവത്തില്ല, പേരൊക്കെ എടുത്തിട്ട് എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് ഒരുപാട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ആ കമ്പനിയും അതിനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത കാര്യങ്ങളും അതിൻ്റെ പ്രീവിയസ് പ്രോജക്റ്റും എല്ലാ കാര്യങ്ങളും.
ഈ ഭാഗത്ത് എന്താണെന്തോ ഈ പണി കിടക്കാത്തത്. ഇവിടെ ഒരു ഭാഗമായിട്ട് എനിക്കൊന്ന് ഈ ഭാഗത്തും കുറച്ച് ലാഗിങ് ആണ് പണി. മറ്റേ സൈഡിൽ നല്ല രീതിയിൽ വോള് കെട്ടി ഉയർത്തിയിട്ടുണ്ട്, പക്ഷേ ഈ സൈഡിൽ എന്തോ നടക്കുന്നില്ല പരിപാടി. എനിക്കൊന്ന് വാട്ടർ അതോറിറ്റി ഇടയ്ക്കിടയ്ക്ക് വണ്ടിയെ കൊണ്ട് വിട്ടേക്കുന്നതാണ്. ഇനി അതുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയത്തില്ല. ഈ ഭാഗത്ത് ശരിക്കും ഇതേ കണക്ക് ഹൈറ്റ് വെക്കണം. ഈ പല ഭാഗത്തും പണി നടക്കാത്തതിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ ഈ അണ്ടർപാസിന് വേണ്ടി കോടതിയിൽ പോയതും കേസൊക്കെ ആയി കിടപ്പുണ്ട് പല സ്ഥലത്തും. അപ്പം ആ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ഇതിപ്പോൾ ചാത്തന്നൂർ ഏകദേശം എത്താറായി. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനി ചാത്തന്നൂർ ഭാഗത്തേക്കാണ്. ഈ പോകുന്ന ആർക്കും അറിയാത്ത വേറെ വഴി എനിക്കറിയാം. കണ്ടോ, അതിനകത്ത് വഴി അങ്ങോട്ടിട്ടെങ്കിലും ശരിക്കും ഇതുവഴിയും കയറി പോവാം. ശരിക്കും ഇതുവഴിയാണ് നമ്മൾ കയറി പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇവിടെ വാട്ടർ ലൈൻ ആണെന്ന് തോന്നുന്നു, കണ്ടാൽ മനസ്സിലാവും. സൈഡിൽ ഇവിടെ കുഴിച്ചായിരുന്നു 2-3 ആഴ്ച മുമ്പ്. അതിനുശേഷം ഇവിടെ ഇതുവഴി ആരും അങ്ങനെ പോകാറില്ല. അവിടെ ക്ലോസ്ഡ് എന്നായിരുന്നു വെച്ചത്, പക്ഷേ ഇപ്പോൾ അത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് നല്ലതാണ്, കുറച്ചും കൂടെ മറ്റേനേക്കാളും റോഡ് നല്ലതാണ്, പെട്ടെന്ന് എത്തുകയും ചെയ്യും. പക്ഷേ വളരെ കുറച്ച് പേർക്കേ അറിയത്തുള്ളൂ. സ്ഥിരം ഇതുവഴി പോകുന്നവർക്ക് മാത്രമേ ഈ ഒരു ചെറിയൊരു ഷോർട്ട് കട്ട് അറിയത്തുള്ളൂ. ബാക്കി ആർക്കും അറിയാനുള്ള ചാൻസ് കുറവാണ്. ഇവിടെ നല്ല രീതിയിലാണ് പരിപാടി. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിനകത്ത് വണ്ടിയൊക്കെ കിടന്ന് മണ്ണ് നിരപ്പാക്കുകയും ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഓരോരോ ജോലി ചെയ്യുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സൈഡിലൊക്കെ. ഇതിപ്പം ചാത്തന്നൂർ എത്തി. ഏകദേശം ചാത്തന്നൂരൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് ഇവിടെ വന്ന് ഇറങ്ങുമ്പം ഒരു പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമായിരുന്നു. ഇപ്പം പാരിപ്പള്ളി എന്നൊക്കെ പറയുമ്പോൾ ഒരു ആൽമരം, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലെന്ന് പറയുന്നത്. ഇപ്പോൾ അതൊക്കെ മാറിയ പാരിപ്പള്ളിയിൽ ആൽമരവും ഇല്ല. ആൽമരം നിന്ന ഭാഗത്ത് ഇപ്പോൾ വലിയ ഇതിൻ്റെ പില്ലേഴ്സിൻ്റെയൊക്കെ പരിപാടിയും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും ശരിക്കും പറഞ്ഞാൽ ആ ബ്രിഡ്ജിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടെ ഈ 2 ഭാഗത്ത് ആ മണ്ണ് സൈഡ് വാളും കെട്ടി മണ്ണ് വിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ. എനിക്കൊന്ന് ഈ കോൺക്രീറ്റ് കൺസ്ട്രക്ഷനേക്കാളും വളരെ എളുപ്പത്തിൽ നടക്കുന്നതാണ് മറ്റേ വോളിൻ്റെ കൺസ്ട്രക്ഷൻ. ആണ് ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഏകദേശം പൂർത്തിയായി. ഇനി ആ ബ്രിഡ്ജുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗം മാത്രം ഇട്ടാൽ മതി. ബാക്കി എല്ലാ ഭാഗവും മണ്ണ് വിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. കണ്ടോ, ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നതാണ്. ഞാൻ നോർത്തിൽ, ഞാൻ UP ആയ സമയത്ത് ഞാൻ ഇങ്ങനത്തെ റോഡിലൂടെ പോകാറുണ്ടായിരുന്നു. ഇപ്പം UP ടു ഒരുപാട് സ്ഥലങ്ങളിൽ മൊറാദാബാദ് അല്ലെങ്കിൽ ഗജറൂള ആ സ്ഥലത്തൊക്കെ പോകുന്ന സമയത്ത് ഇത് കണക്ക് വലിയ എക്സ്പ്രസ് വേ അല്ലെങ്കിൽ NH ഒക്കെ ഉണ്ട്. നമ്മൾ ഇവിടെ ഒരു NHന് വേണ്ടി കടിപിടി കൂടുമ്പോൾ അവിടെ എക്സ്പ്രസ്സും നല്ല വലിയ റോഡുകളാണ് ഉള്ളത്. അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, കാരണം ഇവിടെയുള്ള ആൾക്കാർ അധികം പോയിട്ടില്ലാണ്ടാവും. ഇതിപ്പോൾ NHൻ്റെ പരിപാടി പൂർത്തിയായി കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഇരിക്കും നമുക്ക് പോകാൻ. ശരിക്കും വലിയ സന്തോഷം തോന്നുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിനോട് വലിയൊരു റെസ്പെക്റ്റും തോന്നുന്നുണ്ട്. അവർ ചെയ്ത വലിയൊരു കാര്യമാണത് NH-66. എത്രയൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ് പറഞ്ഞാലും ഇത് സെൻട്രലിൻ്റെ പദ്ധതി തന്നെയാണ്. കാരണം ഇന്ത്യയിൽ എല്ലായിടത്തും, ഇപ്പോൾ ജമ്മു ആയാലും നോർത്ത് ഈസ്റ്റ് ആയാലും നോർത്ത് ഈസ്റ്റിലേക്ക് ഡെവലപ്മെൻ്റ് ആണ്. അവിടെയൊക്കെ നല്ല അടിപൊളി റോഡ് വന്നു തുടങ്ങി. ഇപ്പം ഹരിദ്വാറിലൊക്കെ പണ്ട് 2014 മുമ്പൊക്കെ ഹരിദ്വാറിലെ റോഡും കാര്യങ്ങളൊക്കെ നോക്കണം, യൂട്യൂബിലുണ്ട്. അതും ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ഈ മൗണ്ടൻ ഏരിയയിലൊക്കെ ഉള്ള റോഡിൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടിക്കാലത്ത് ചെന്നൈയിൽ പോകണം നല്ല റോഡൊക്കെ കാണണമെങ്കിൽ, അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് ഫ്ലൈ ഓവറും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ അങ്ങ് ചെന്നൈയിലോ മദ്രാസിലോ ഒക്കെ പോയാൽ മതി എന്നൊക്കെ പറയാറുണ്ട് പണ്ട്. പക്ഷേ അതിന്ന് മാറി നമുക്കും ഉണ്ട് നല്ല പാതകൾ കാര്യങ്ങളൊക്കെ. ശരിക്കും ഇത് അടിപൊളി, ഒരു രക്ഷയില്ല. കാരണം നമുക്ക് ഒരു 80-90 സുഖമായിട്ട് എന്നുവെച്ചാൽ സ്പീഡ് അത്ര രീതിയിൽ നല്ല അടിപൊളിയായിട്ട് പോകാൻ പറ്റും. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ, ഒരു ട്രാഫിക്കും ഇല്ല, ഒരു സിഗ്നലും ഇല്ല. അതുതന്നെയാണല്ലോ NH-66 ഒരു പദ്ധതി എന്ന് പറയുന്നത്. ഒരു സിഗ്നൽ ഫ്രീ ആയിട്ട് നമുക്ക് എത്രയും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു റോഡാണ്. പിന്നെ ഒരു പ്രശ്നം വെച്ചാൽ ഈ പറയുന്ന ടോളുണ്ട്. ടോളിൻ്റെ സമയത്തോളം അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇനി നമുക്ക് ദൂരെ യാത്രയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ അത് പെട്രോൾ വണ്ടിയോ അല്ലെങ്കിൽ ഡീസൽ വണ്ടിയോ ഒക്കെ വെച്ചാണെങ്കിൽ അത് വൻ നഷ്ടത്തിലായിരിക്കും. കാരണം അതും അടയ്ക്കേണ്ടി വരും, ടോളും അടയ്ക്കേണ്ടി വരും. പക്ഷേ ഇലക്ട്രിക് കാറാണെന്നാണെങ്കിൽ ടോൾ അടയ്ക്കാനും ഈ ചാർജ് ചെയ്യാനും എല്ലാം കൂടെ നമുക്ക് മറ്റ് വണ്ടി എടുക്കുന്നതിനേക്കാളും ലാഭത്തിൽ ഇലക്ട്രിക് വണ്ടിയിൽ പോകാൻ പറ്റും. സോ ഇവിടുത്തെ വഴി എന്ന് പറഞ്ഞാൽ അടച്ചേക്കുവാണ്. ഞാൻ ഇതുവഴി ജസ്റ്റ് ഇറങ്ങിയതാണ്. നമ്മൾ സ്ഥിരം പോകുന്ന വഴിയാണ് നമുക്കറിയാം. കാരണം ഈ വഴി അടച്ചേക്കുന്നതിന് വേറൊന്നുമില്ല, അത്
മറ്റേ സർവീസ് ഇതിലൂടെ വണ്ടികൾ വരാതിരിക്കാൻ വേണ്ടിയാണ്. അത് വന്നിട്ട് ആരും അവിടെ ഒരു ശരിക്കും ഒരു അണ്ടർ പാസ് ഉണ്ട്, അതുവഴി ആരും പോകത്തില്ല, ഇതുവഴി എല്ലാം അവിടെ കയറി വരും. അപ്പോൾ റോങ് സൈഡ് വരുന്നതുകൊണ്ട് അവരത് ക്ലോസ് ചെയ്തതാണ്. അപ്പം ഇതിപ്പോൾ ഞാൻ പോകുന്ന റൈറ്റ് സൈഡാണ്, ഇതുവഴി കണ്ടോ, ആ ലെഫ്റ്റിൽ നിന്ന് വരുന്ന വണ്ടികൾ ഇതുവഴി കയറി ഇങ്ങ് വരും. അതുകൊണ്ടാണ് അത് ചെയ്ത് വെച്ചേക്കുന്നതാണ് എൻ്റെ ഒരു ധാരണ, ഈ അണ്ടർ പാസ് എടുക്കാതെ. സോ ഇതാണ് ഇപ്പം ഇനിയിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഇതിപ്പോൾ നോർമൽ ഒരു റോഡ് സൈഡായിരിക്കും, NH-ൻ്റെ പരിപാടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ശരിക്കും ഇവിടെ എത്തുമ്പോൾ ഒരു ആശ്വാസമാണ്, വേറൊന്നുമല്ല. കാരണം NH-ൻ്റെ പരിപാടി നടക്കുന്നതുകൊണ്ട് തന്നെ ഏത് സമയത്ത് വേണം അവിടെ വലിയ വലിയ ബ്ലോക്കുകൾ വരാം. അപ്പം ഒരുപാട് സമയം നിൽക്കേണ്ടി വരും. 2 ദിവസം മുന്നേ ഞാൻ അങ്ങോട്ട് പോവുമായിരുന്നു കൊല്ലത്തേക്ക്, ഒരു 1.5 മണിക്കൂർ ബ്ലോക്കിൽ കിടന്നു. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മൾ ഈ സർവീസ് റോഡൊക്കെ ഇല്ല, അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും വണ്ടി ബ്രേക്ക് ഡൗൺ ആവുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആ എൻ്റെയർ അത് ബ്ലോക്കാവും. അന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു ട്രാവലറോ എന്തോ വണ്ടി വന്നിട്ട് ബ്രേക്ക് ഡൗൺ ആയി, വണ്ടി മൂവ് ചെയ്തില്ല. പിന്നെ വണ്ടിയിലുള്ള ബാക്കി ചേട്ടന്മാർ, പിന്നെ ബാക്കി പുറത്തുള്ള ആട്ടോക്കാരെല്ലാം ഇവിടെ വന്നിട്ടാണ് തള്ളി മാറ്റി അത് പോയത്. അപ്പോൾ അങ്ങനെ വലിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. പല പല അനുഭവങ്ങൾ, ഓരോ ദിവസങ്ങളും ഓരോ ഇതല്ലേ. ഇതിപ്പോൾ നമ്മളെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പം അത്യാവശ്യം നല്ല അടിപൊളി റോഡാണ് ഈ ഭാഗത്ത് മാത്രം. ഇനി അങ്ങോട്ട് കഴിയുമ്പോൾ റോഡ് ഞാൻ കാണിച്ചു തരാം, അതോടുകൂടി മനസ്സിലാവും എന്താണ് റോഡിൻ്റെ വികസനമൊന്നും. നമ്മുടെ നാട്ടിലെ ഗ്രാമപ്രദേശങ്ങളിൽ ശരിക്കും നല്ല റോഡൊക്കെ കൊണ്ടുവന്നാൽ നല്ലതായിരുന്നു. എല്ലാവർക്കും വണ്ടി ഓടിക്കുക, റോഡ് നല്ലതാണെങ്കിൽ എല്ലാവർക്കും നല്ലതല്ലേ അത്. സോ ഇതുവഴിയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നേരെ പോയി ആറയിൽ വന്ന് കയറും. അത്യാവശ്യം നല്ല റോഡുണ്ട് ഈ ഭാഗത്ത്. ഇവിടുന്ന് ആറയിലോട്ട് എത്തുന്ന വഴി, അത് കഴിയുമ്പോഴാണ് പിന്നെ ഏറ്റവും മോശം റോഡ്. മോശമെന്ന് പറഞ്ഞാൽ ഇതിലും മോശം റോഡ് ഇനി പറയാനില്ല, അത്തരത്തിലൊരു മോശമുള്ള റോഡാണ്. ഏകദേശം 36 മിനിറ്റോളമായി വീഡിയോ. ഗ്രാമീണ ഭംഗിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഈ ടോറസ് ലോറികളാണ്. ഒരുപാട് വണ്ടികളുണ്ട് ടോറസുകൾ. ഈ സൈഡിൽ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, മണ്ണെടുത്ത് അവിടെ ഇനി ബാക്കിയൊന്നുമില്ല, ഒരു വലിയൊരു മലയാണത്. വികസനം വേണം നമുക്ക്, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു വലിയ കുന്ന് ടോട്ടലി ഒരു 2 ദിവസം കൊണ്ട് അവർ മാന്തിയെടുത്ത് NH കൊണ്ടിട്ടുണ്ട്. കുറച്ചുകൂടെ ഫ്രണ്ടിലൂടെ പോകുമ്പോൾ ഞാനത് കാണിച്ചു തരാം, ആ ഒരു എക്സാക്റ്റ് ലൊക്കേഷൻ. അപ്പോൾ മനസ്സിലാവും അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. നല്ലത് തന്നെയാണ്, വികസനം വേണം. പക്ഷേ ഒരു വലിയൊരു മല ഒരു ദിവസം കൊണ്ട് മാറുക എന്ന് പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസുകളുണ്ട്. പിന്നെ മണ്ണ് എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും വലിയൊരു പ്രശ്നമാണ്. ഇങ്ങനെയൊക്കെയാണ് മണ്ണെടുക്കുന്നത്. ശരിക്കും ഈ വെറുതെ മണ്ണ് പോരല്ലോ, അവർ NH ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായൊരു തരത്തിലുള്ളൊരു മണ്ണുണ്ട്. അപ്പം ആ പരുവത്തിലുള്ള മണ്ണാണ് അവർ നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. ഈ നേരെ വഴി പോയി കഴിഞ്ഞാൽ കൊട്ടാരക്കര എത്തും. ഇതിപ്പം സ്ഥലത്തിൻ്റെ പേര് എക്സാക്റ്റായിട്ട് പറയാനാണെങ്കിൽ ഒരു എക്സാക്റ്റ് ലൊക്കേഷൻ എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാൽ. എൻ്റെ വീടിനടുത്തൊക്കെ തന്നെ, പക്ഷേ ഞാനിവിടെ അങ്ങനെ ഇറങ്ങാറൊന്നുമില്ലല്ലോ ഈ ഭാഗത്തൊന്നും. കല്ലുവാതക്കലാണോ? കല്ലുവാതക്കലാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി റോഡാണ്, വണ്ടികൾ ഭയങ്കര കുറവാണ്. അപ്പോൾ നമുക്ക് ഫുൾ റോഡ് നമുക്കാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെ ചിന്തിക്കരുത്, എപ്പോഴോ വണ്ടി കയറി വരാം, അത് വേറെ കാര്യം. പക്ഷേ ഞാൻ അങ്ങനെ ഒരു നല്ലൊരു സമയവും ഞാൻ ഇവിടെ ഈ വഴി പോകുന്ന സമയത്ത് വണ്ടികൾ ഭയങ്കര കുറവാണ്. പിന്നെ ഈ ലോറികൾ, ഈ പറഞ്ഞ ടോറസ് അങ്ങനത്തെ ലോറിയാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത്. ബാക്കിയുള്ള ഭയങ്കര കുറവാണ്. അതുകൊണ്ടാണ് എവിടെ നോക്കിയാൽ ഈ റൂട്ടിന് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇങ്ങനത്തെ ടോറസ് വണ്ടികൾ.
ഇതുവഴി നേരെ പോയി കഴിഞ്ഞാൽ 6 ചെന്ന് കയറാം. അവിടെ നിന്നാണ് കയറി പോകുന്നത്. വലിയൊരു കാര്യമാണ്, നമ്മൾ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ ഇറങ്ങുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടരുത് ഒരു കാരണവശാലും. ഞാൻ ഒരുപാട് കാലം അങ്ങനെ ചെയ്തിരുന്നു. പിന്നെ ഞാൻ എൻ്റെ വണ്ടിക്ക് തന്നെ ഒരു പണി വന്ന സമയത്താണ് ഞാനത് മനസ്സിലാക്കിയത്, അതിൻ്റെ ഒരു കാര്യം. ക്ലച്ച് ചവിട്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം അത് ബ്രേക്ക് കിട്ടാതെ ഒരവസ്ഥ വരും, ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകും. സോ ഇറങ്ങുന്ന സമയത്ത് മാക്സിമം ക്ലച്ച് ഹാഫ് ക്ലച്ചോ ചവിട്ടരുത്. ഗിയറിൽ തന്നെ പോകുന്നതാണ് നല്ലത്. അപ്പോൾ ആ ഇറങ്ങുന്ന ഗിയറിൽ തന്നെ കയറിക്കഴിഞ്ഞാൽ വലിയ സുഖമായിട്ട് നമുക്ക് കയറിപ്പോകാൻ പറ്റും. ഇതിപ്പോൾ എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞതാണ്. എൻ്റെ ഒരു ക്ലച്ച് ബോക്സൊക്കെ ഇടയ്ക്ക് മാറേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ അന്നത്തെ വർക്ക്ഷോപ്പിൽ ചേട്ടൻ പറഞ്ഞു തന്നെയാണ്, മേശിരി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അങ്ങനെ ചെയ്യരുത്, അതുകൊണ്ടാണ് ഗിയർ ബോക്സ് കേടായി പോകുന്നത് പറഞ്ഞു തന്നു. സോ ഇവിടുന്ന് റൈറ്റ് സൈഡിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. ഒരു വലിയൊരു കുന്നും പ്രദേശമാണ്, അത് ടോട്ടലി ഇപ്പം പോയി. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് തറയിലെ മണ്ണ് കാണാൻ മനസ്സിലാവും നിങ്ങൾക്ക്. ഞാൻ എന്തായാലും വീഡിയോ കാണിക്കുന്നില്ല, ഈ സൈഡിലോട്ടാണുള്ളത്. നാളെ എങ്ങാനും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ വീട്ടിലേക്ക് പോകുന്ന വഴി, സ്ഥിരം വഴി. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വെയിലും കുറഞ്ഞു അത്യാവശ്യം. പിന്നെ ഈ റബ്ബറിൻ്റെയൊക്കെ ഉണ്ടായതുകൊണ്ട് വെയിൽ പറഞ്ഞാൽ ഇവിടെ കുറവാണ്. ഇതിൻ്റെ തൊട്ടിപ്പുറത്തൊരു ആറുണ്ട്. എൻ്റെ കൂടെ പഠിച്ചൊരു സുഹൃത്തുണ്ട്, അത്യാവശ്യം നല്ലൊരു ഫ്രണ്ടായിരുന്നു. നല്ല ഫ്രണ്ട് വെച്ചാൽ ഭയങ്കര നല്ല ഫ്രണ്ടാണ്. മരിക്കുന്നതിൻ്റെ അവൻ ഇവിടെ വെള്ളത്തിൽ വീണാണ് മരിക്കുന്നത് ഒരു സമ്മർ വെക്കേഷനിൽ. അപ്പോൾ ആ പരീക്ഷയ്ക്ക് നമ്മൾ ഒരുമിച്ചാണ് പരീക്ഷ എഴുതാൻ പോകുന്നത്. എൻ്റെ പേരും അവൻ്റെ പേരും എയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അടുത്തതായിരിക്കുന്നത്. അനസ് എന്നായിരുന്നു പേര്. അപ്പം എൻ്റെ പേരും അവൻ്റെ പേരും ആദ്യത്തെ നമ്പേഴ്സാണ്. എ തുടങ്ങുന്നതുകൊണ്ട് നമ്മൾ ഒരു ബെഞ്ചിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ആയിരിക്കും ഇരിക്കുന്നത് പരീക്ഷ സമയത്ത്. അപ്പം അന്നത്തെ എക്സാമും കഴിഞ്ഞ് പോകുന്നതായിരുന്നു എൻ്റെ കണ്ണിലെ അവസാനത്തെ കാഴ്ച എന്ന് പറയുന്നത്. പിന്നീട് ഞാൻ അറിയുന്നത് ഇവിടുത്തെ വെള്ളത്തിൽ അന്ന് കുളിക്കാനിറങ്ങി അങ്ങനെ മരിച്ചു എന്നാണ്. ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഒരുപാട് നാളത്തേക്ക് എനിക്ക് തന്നെ ഒരു ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. നമ്മൾ അടുത്ത് ഭയങ്കര അറിയാവുന്ന ഒരാൾ മരിക്കുക എന്ന് പറയുമ്പോൾ, അതും ചെറുപ്രായത്തിൽ, അത് ഭയങ്കര ഒരു നല്ലൊരു ട്രോമയായിരുന്നു അന്ന് എനിക്ക്. കുറച്ച് നാളത്തേക്ക് അത് അറിയാമല്ലോ, സമയം പോകുന്നതോറും എല്ലാം ഹീലാവും എന്ന് പറയുന്ന കണക്കാണ് അതിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇന്നും പല ഡ്രൗണിങ് കേസുകളിൽ നമ്മുടെ ഈ ചെറിയ പിള്ളേരെ കൊണ്ടുവരുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഇവൻ്റെ ഫേസാണ്. പരീക്ഷ എഴുതി ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഒരു സമ്മർ വെക്കേഷന് മുന്നുള്ള ലാസ്റ്റ് എക്സാമാണ്. 5ലോ 6ലോ തുടങ്ങിയ സമയമാണത്. അപ്പോൾ എക്സാം കഴിഞ്ഞ് ടാറ്റ ബൈ ബൈ, പഴയ കാലമാണ് അന്നത്. ടാറ്റ ബൈ ബൈയിലൊക്കെ തീരും. പിന്നെ ഫോൺ കോളോ അല്ലെങ്കിൽ അങ്ങനത്തെ മെസ്സേജോ കാര്യങ്ങളും ഇല്ല. പിന്നെ സമ്മർ വെക്കേഷൻ കഴിഞ്ഞിട്ട് പിന്നെയുള്ള ആ സമയത്താണ് നമ്മൾ കാണുന്നത്, പിന്നെ സ്കൂൾ തുറക്കുമ്പം. അപ്പോൾ ആ ഒരു 2 മാസം ഒരു കോൺടാക്റ്റും കാണത്തില്ല. പക്ഷേ അന്നത്തെ കാലത്തെ സൗഹൃദങ്ങൾ കുറച്ചും കൂടെ ഡീപ്പായിരുന്നല്ലോ. അപ്പം പെട്ടെന്ന് ഞാൻ ന്യൂസ് അറിയുന്നത് തന്നെ മരിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ്, ഒരു 1-2 ആഴ്ച കഴിഞ്ഞിട്ടാണ്. ഇങ്ങനെ ഒരാൾ വെള്ളത്തിൽ പോയിട്ടുണ്ടോ എന്ന് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പറയും, പക്ഷേ നമുക്കറിയത്തില്ല എക്സാക്ട്ലി ആരാണെന്ന്. അപ്പോൾ അങ്ങനെ മരിച്ചു എന്ന് ഞാൻ അറിയുന്നത് ശരിക്കും 1-2 ആഴ്ച കഴിഞ്ഞിട്ടാണ്. പിന്നെ സ്കൂളിൽ വരുമ്പോൾ അവനില്ല. പരീക്ഷ സമയത്ത് ശരിക്കും അവനും ജയിച്ചു പരീക്ഷ, അപ്പം അവൻ്റെ പേരും ഉണ്ട്. പിന്നെ അടുത്ത വർഷം പേര് കട്ട് ചെയ്യുകയാണ് ചെയ്തത് മരിച്ചതുകൊണ്ട്. അപ്പോൾ എക്സാം സമയത്ത് അവിടെ കാരണം അത്രയും വർഷം ഞാൻ ആ ഒരു ബെഞ്ചിൻ്റെ അപ്പുറം ഇപ്പുറം ഇരുന്ന സമയത്ത് നമുക്ക് ഒരാളെ നല്ലോണം മിക്സ് ചെയ്യുമല്ലോ ആ ഒരു എക്സാമിൻ്റെയൊക്കെ ടൈമിൽ. പക്ഷേ അങ്ങനെ ഒരു 1-2 വർഷം അങ്ങനെ ഒരു ഭയങ്കര ഒരു മിസ്സിങ് ആയിരുന്നു. അതെനിക്കൊന്ന് ഈ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച ആൾക്കാർക്ക് ഇതൊക്കെ നല്ലൊരു റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ശരിക്കും നമ്മൾ ഇനി ചെന്ന് കയറുന്നത് 6ലോട്ടാണ്. ഇനിയാണ് ഇവിടുത്തെ റോഡിൻ്റെ ശരിക്കും അവസ്ഥ എന്ന് പറയുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ റോഡിൻ്റെ അവസ്ഥ എന്തുവാന്നുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മുടെ പകൽക്കൂറിലേക്ക് പോകുന്നത്. സോ ഇതാണ് ആ റോഡെന്ന് പറയുന്നത്. ഇത്രയും മോശം റോഡ് എൻ്റെ ജീവിതത്തിൽ ഞാൻ വണ്ടി ഓടിച്ച് കാണത്തില്ല. ഇത്തിരി അങ്ങോട്ട് ഫ്രണ്ടോട്ട് പോകുമ്പോൾ കട്ടർ തുടങ്ങും. ഒരു രക്ഷയില്ല. ഞാൻ എത്ര തവണ വീഡിയോ ഇട്ടെന്നറിയാതെ. ഇതിൻ്റെ വീഡിയോ ഇട്ടതിൻ്റെ പേരിൽ എനിക്ക് പഞ്ചായത്തിൽ നിന്ന് ഭീഷണി വന്നിട്ടുണ്ട്. അതൊന്നും വിഷയമില്ല, എന്തെങ്കിലും ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ വയലിൽ തന്നെ ഇപ്പം പാലം പണിയുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ താമസിക്കാതെ ഇടാം. ശരിക്കും പറഞ്ഞാൽ അന്ന് ആ പാലം ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടതിൻ്റെ പേരിൽ അന്ന് കൃഷി ഓഫീസിൽ പോയ സമയത്ത് പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ എൻ്റെ വീട്ടുകാരെ ചീത്ത വിളിച്ചായിരുന്നു. ചീത്ത വിളിച്ചാൽ എന്നെ ചീത്ത വിളിച്ചാണ്. കാരണം എന്നെ അടിക്കാൻ വേണ്ടി പകൽക്കുറിയെന്നും കൊട്ടിമുക്കിയെന്നും പള്ളിക്ക് എന്നൊക്കെ ആൾക്കാർ കൂട്ടമായിട്ട് നിൽക്കുകയാണ്. ഞാൻ പഞ്ചായത്തിനെതിരെ ഒരുപാട് പറയുന്നൊന്നും ഒന്ന് ആലോചിച്ച് നോക്കണം. 10-15 വർഷമായിട്ട് നെൽകൃഷി ചെയ്യുന്നവർക്ക് ഒരു റോഡില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഭരിക്കുന്ന ആൾക്കാരുടെ അതിൻ്റെ ആവശ്യം എന്തുവാണ്?
അത്രേ ഞാൻ ഉദ്ദേശിച്ചോളൂ. അപ്പോൾ അത് ഇനിയും ഞാൻ പറയും, എനിക്കതിൽ ഒരു പ്രശ്നവുമില്ല. കാരണം നമ്മൾ ഈ കൃഷി എന്ന് പറയുന്നത് എനിക്ക് കോടിക്കണക്കിന് ഉണ്ടാക്കാനോ ഒന്നുമല്ല, അത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. അടുത്ത തലമുറ ഇവിടെ കൃഷി ചെയ്ത് അതൊരു കൾച്ചറാണ്. നമ്മൾ ഉത്സവങ്ങൾ ആഘോഷിക്കുന്നതൊക്കെ തന്നെ കൃഷി ഒരു ആഘോഷമാണ് ശരിക്കും പറഞ്ഞാൽ. എനിക്കൊക്കെ എൻ്റെയൊക്കെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് വലിയൊരു ഫാം ഹൗസ് തുടങ്ങി അവിടെ കൃഷിയും കാര്യങ്ങളുമായിട്ട് ചെയ്യണമെന്നാണ്. കുറച്ച് കഴിയുമ്പോൾ, ഇപ്പോഴല്ല, കുറച്ചൊരു ഏജ് ആവുന്ന സമയത്തൊക്കെ, നമുക്ക് റിട്ടയർഡ് ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങനെ ഒരു ഫാം ഹൗസാണ് എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് എന്നൊക്കെ പറയുന്നത്. ഈ റോഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ ശരിക്കും. ഒരു തവണ എൻ്റെ ടയർ പഞ്ചറായത് ഇവിടെ കൊണ്ടിട്ടിട്ടാണ്, ഈ ഒരു സ്ഥലത്ത് പോയതാണ്. സത്യം പറഞ്ഞാൽ പേടി ഇതുവഴി വരാൻ, പിന്നെ വേറെ നിവർത്തിയില്ല നമുക്കിപ്പം. അല്ലെങ്കിൽ പിന്നെ ഞാൻ ആ NHൻ്റെ പരിപാടി ഫുള്ള് അങ്ങ് പാരിപ്പള്ളി വരെ ആ റോഡിൽ കൂടെ പോകേണ്ടി വരും, സർവീസ് റോഡിൽ പോകേണ്ടി വരും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പല സ്ഥലത്തും നമ്മൾ ഈ സർവീസ് റോഡ് കയറുമ്പോൾ പിന്നെ നല്ല രീതിയിൽ ട്രാഫിക്കാണ്. ഇന്നിപ്പം ആറ്റുകാൽ പൊങ്കാല ആയതുകൊണ്ടാണ് ഈ കൊല്ലം ടു ട്രിവാൻഡ്രം അത്ര ബ്ലോക്ക് ഇല്ലാത്തത്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ബ്ലോക്കാണ് വൈകുന്നേരങ്ങളിലൊക്കെ വരുന്ന സമയത്ത്. കൊട്ടിയം, ചാത്തന്നൂർ, പിന്നെ പാരിപ്പള്ളി എന്നൊക്കെ പറയുമ്പോൾ നല്ല ബ്ലോക്കുള്ള സ്ഥലങ്ങളാണ്. ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ പറച്ചിൽ നിർത്തി, എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഇവിടുത്തെ റോഡിൻ്റെ. നല്ല വീതിയുള്ളതാണ്, പക്ഷേ ഒരു തവണ അതിൻ്റെ മുകളിലൊന്ന് ടാർ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ അവരത് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് എനിക്കറിയത്തില്ല. ഇലക്ഷൻ 2026 മെയ്യിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇനിയിപ്പം ഏകദേശം ഒരു വർഷത്തിനടുത്തേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്ത് എത്രയും പെട്ടെന്ന് ടാർ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ആൾക്കാർ ഈ ദുരിതപൂർണമായൊരു ജീവിതമാണ് അവരെ സമയത്തോളം. കാരണം ഈ അടുത്തുള്ള വീടുകൾക്കൊക്കെ ഭയങ്കര പൊടിയാണ്, വണ്ടികൾ സ്ഥിരമായിട്ട് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നുണ്ട്, അങ്ങനെ പല പല പ്രശ്നങ്ങളാണ്. കണ്ട റോഡ് ഫുള്ള് കുഴിയാണ് ഇവിടെയൊക്കെ. 2-3 തവണയൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ നടുവിൻ്റെ കാര്യം തീരുമാനത്തിലാവും. അപ്പം ഞാനിത് പറയാമെന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമില്ല. നമുക്കൊന്നും അധികാര പരിധിയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല, ആരുടെ അടുത്തും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ ഇത് മന്ത്രിക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, പഞ്ചായത്തിന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവർ പറയുന്ന വാട്ടർ അതോറിറ്റിയുടെ ജൽജീവൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിപ്പം എത്ര വർഷമായി? നമുക്കിപ്പോൾ എക്സ്ക്യൂസ് പറയാമെന്നുണ്ടെങ്കിലും കാലങ്ങളായിട്ട് ഇങ്ങനെ പറയാൻ പറ്റുമോ എക്സ്ക്യൂസ്? ബാക്കി റോഡിലെല്ലാം ടാർ ഇട്ടു, നമ്മുടെ റോഡ് മാത്രമേ ഉള്ളൂ ടാറിടാൻ ഇനി ബാക്കി. സോ ഇതാണ് അവസ്ഥ. ഇത് നമ്മളെ സ്കൂളാണ്. ഇവിടെ വരുമ്പോൾ അറിയായിരിക്കും, എൻ്റെ വീഡിയോ കാണുന്നവർക്കെല്ലാം അറിയാം. എന്നെ കാണുന്നവർ ആദ്യം ചോദിക്കുന്നതാണ്, എൻ്റെ വീഡിയോ കണ്ടിട്ട് ഓട്ടോറിക്ഷ സ്റ്റാൻഡ് മാറ്റിയോ എന്ന തമാശയ്ക്ക് ചോദിക്കുന്നതാണ്. ഇതാണ് അവസ്ഥ. നമ്മൾ കഷ്ടപ്പെട്ട് വെച്ചൊരു കടയാണ്, അതിൻ്റെ ഫ്രണ്ടിൽ ഓട്ടോ കൊണ്ടിട്ട് അവന്മാർ എന്നെ വന്ന് ഇടിച്ച് അങ്ങനെ ചെറിയ പ്രശ്നങ്ങളായി. ഞാനിപ്പം ഓട്ടോ സ്റ്റാൻഡ് എൻ്റെ കടയിൽ കയറിയിട്ട് ഏകദേശം ഒരു വർഷത്തിൽ പുറത്തായി. ഇതാണ് അവസ്ഥ. ഇതാണ് പകൽക്കൂർ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ജംഗ്ഷനെ പറ്റി ആൾക്കാരെ ചോദിച്ചു നോക്കിയാൽ മതി. 6 മണിക്ക് ശേഷം ഇവിടെ ആരും കാണത്തില്ല. കാരണം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ആരുമില്ല ഇവിടെ, ആരും പുറത്തിറങ്ങാറില്ല ഈ ഭാഗത്ത്. അപ്പം ജംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. അതിനൊക്കെ ഒരു മാറ്റം വരണം. എനിക്കും പകൽക്കുറി പോയിരിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ശരിക്കും അവിടെ കടയൊക്കെ തുടങ്ങുന്നത്. പക്ഷേ അതിൻ്റെ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ആട്ടോക്കാർ അവർ ഇപ്പോൾ അവിടെ അതിനകത്ത് കയറി ഇരിക്കുകയും കിടക്കുകയൊക്കെയാണ്. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിൽ ഈ യൂണിയൻകാരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അത്തരത്തിലാണ്. അപ്പോൾ എനിക്ക് വലിയ താല്പര്യമില്ല. അവിടെ ഇപ്പം കടയിട്ടിട്ട് നമുക്ക് ഒരു ലാഭവും വരാൻ പോടില്ല. അതുകൊണ്ട് ആട്ടോക്കാർ ജീവിക്കട്ടെ. ഭാവിയിൽ 2 ആട്ടോ ഞാനൊരു 3-4 ആട്ടോ മേടിച്ചിടാന്നുള്ളൊരു പ്ലാനാണ് ഇപ്പോൾ എനിക്ക്. എന്തായാലും അവിടെ ആട്ടോ മാത്രമേ ഓടത്തുള്ളൂ. അപ്പോൾ പിന്നെ നമുക്കും അതങ്ങ് ചെയ്യാം, 1-2 പേരെ പിടിച്ചിരുത്തിയാൽ മതിയല്ലോ. ആ ഒരു പ്ലാനിലാണ് ഞാനിപ്പം നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം എൻ്റെ വീട് എത്താറായി. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.